സദാചാര പോലീസിംഗ് ചമഞ്ഞ് യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളായ ഷറഫുദ്ദീൻ, അബ്ദുൽ ഗഫൂർ, അബ്ദുൽ നാസർ, സക്കീർ ഹുസൈൻ, മുഹമ്മദ് സുഹൈൽ എന്നിവർക്കാണ് കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത്. മഞ്ചേരി അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് എം തുഷാറാണ് ശിക്ഷാവിധി പ്രസ്താവിച്ചത്. 2016 ജൂൺ 28-നായിരുന്നു മനസാക്ഷിയെ നടുക്കിയ കൊലപാതകം നടന്നത്. മങ്കടക്കൂട്ടിൽ സ്വദേശിയായ നസീർ ഹുസൈൻ സുഹൃത്തായ യുവതിയുടെ വീട്ടിൽ പോയതായിരുന്നു പ്രതികളെ പ്രകോപിപ്പിച്ചത്. സദാചാര ഗുണ്ടകളായി ചമഞ്ഞെത്തിയ സംഘം നസീർ ഹുസൈനെ വളഞ്ഞിട്ട് ക്രൂരമായി മർദ്ദിക്കുകയും തുടർന്ന് മരണം സംഭവിക്കുകയുമായിരുന്നു. ദീർഘനാളത്തെ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ കോടതി സമൂഹത്തിന് കൃത്യമായ സന്ദേശം നൽകുന്ന ശിക്ഷാവിധിയാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. വളരെ ശ്രമകരമായിരുന്നു. ആരും ഈ നാട്ടിൽ നടക്കുന്ന എല്ലാവരും നാട്ടുകാരാ, രണ്ടു കൂട്ടരും നാട്ടുകാരാ. സാക്ഷി പറയാനൊന്നും ആരും തയ്യാറാകുകയില്ല. ഇതിനൊന്നും തെളിവ് നശിപ്പിക്കാൻ ഒന്ന് ഓർത്ത് നോക്കാം. ഈ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വീട്ടിൽ ചെന്ന് അവർക്ക് എന്തും കാണിക്കുകയല്ലേ. അവർക്ക് ഒരു ഭയവുമില്ല, ആരെ എന്തും കാണിക്കാമെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. അത് നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. പോലീസ് ശക്തമായിട്ട് ഇടപെടേണ്ട വിഷയങ്ങളാണ് ഇതൊക്കെ. അവർ അറിഞ്ഞപ്പോൾ തന്നെ അവർ ഇടപെട്ടിട്ടുണ്ട്. ഇതിൽ ഈ കേസിലെ തെളിവ് നശിപ്പിക്കാൻ പ്രതികൾ കൃത്യമായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ആ മുറിയൊക്കെ അവിടെ അടുത്ത് ചോരയൊക്കെ കഴുകി കളഞ്ഞിട്ടുണ്ട്. അത് ഈ സയൻറ്റിഫിക് എക്സ്പേർട്ട് വന്നിട്ടാണ് ഈ കഴുകിയ ചോരയൊക്കെ കണ്ടെത്തുന്നത്. അവിടെ വെള്ളം കൊടുക്കാൻ പോലും വിസമ്മതിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതെ, വെള്ളം കൊടുക്കാൻ അത് ജഡ്ജ്മെൻറ്റിൽ പറയുന്നുണ്ട്. വെള്ളം കൊടുക്കാൻ വിസമ്മതിച്ചതും ആശുപത്രി കൊണ്ടുപോകാൻ തടസ്സം ഉണ്ടാക്കിയതും മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയാണെന്ന്. ഒരാളെ രണ്ടടി അടിച്ച് ഒഴിവാക്കുകയല്ലോ, ഒരാളെ ക്രൂരമായിട്ട് അവിടെ ഇട്ട് തല്ലി ഇങ്ങനെയൊക്കെ അത് ആ വീഡിയോ കാണുമ്പോഴേ അതിൻ്റെ ഗൗരവം മനസ്സിലാകത്തുള്ളൂ, അതിൻ്റെ ഭീകരത മനസ്സിലാകത്തുള്ളൂ. ആ സ്ത്രീ അവരെയും ഈ കേസിലെ ഒന്നാം സാക്ഷിയായ നവാസ്, എന്ന് വെച്ചാൽ മരിച്ച ആളുടെ സഹോദരൻ, പിന്നെ ലത്തീഫ് എന്ന് പറയുന്ന സാക്ഷിയും അവരുടെ സേവനം പല ഭീഷണിയുണ്ടായിട്ടും പ്രലോഭനങ്ങളുണ്ടായിട്ടും അവർ മാറിയില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ആ നാട്ടിലുള്ള എല്ലാവരും ഭീഷണിപ്പെടുത്തിയിട്ടും പല പ്രലോഭനങ്ങളുണ്ടായിട്ടും ഈ 3 പേരും അവർ പറഞ്ഞിടത്ത് ഉറച്ചു നിന്നു. ആദ്യം തൊട്ടേ അവർ നിന്ന സ്റ്റാൻഡിൽ തന്നെ നിന്നു. അത് അഭിനന്ദനാർഹമാണ് ആ കാര്യം. ഇപ്പോൾ തിരൂർ DSP ആയ AM സിദ്ദിഖാണ്. അതിനുശേഷമാണ് ഞാൻ അന്വേഷണം ഏറ്റെടുക്കുന്നത്. ഈ കേസിൽ ഞങ്ങളെ പല രീതിയിലും സഹായിച്ചവരാണ് നമ്മുടെ ഇവിടെ കൂടെ നിൽക്കുന്നവർ. പ്രത്യേകിച്ച് പ്രോസിക്യൂഷൻ വിങ്, അഡ്വക്കേറ്റ് PG മാത്യു സാറിൻ്റെ നേതൃത്വത്തിലുള്ള ടീം. പിന്നെ നമ്മളെ സഹായിച്ചവരാണ് നമ്മുടെ ലീഗൽ സെല്ല്, സന്തോഷിൻ്റെ നേതൃത്വത്തിലുള്ള ശ്രീമതി അംബിക ASAയുടെ നേതൃത്വത്തിലുള്ള ടീം. അവർക്കെല്ലാം എൻ്റെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഏറ്റവും പുറമെ ഇതിന് എല്ലാ സഹായങ്ങളും ചെയ്യുന്ന നമ്മുടെ ജില്ലാ പോലീസ് മേധാവിയാണ് ശ്രീ R. വിശ്വനാഥ് IPS സാറാണ്. ഈ ചാനൽ ന്യൂസ് മഞ്ചേരി.